ഷോർട്ട് എക്സാം തൊട്ട് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് തന്നെ പഠിക്കുക. കാരണം നമുക്ക് പെട്ടെന്നൊരു ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്കോ മോഡൽസിനൊക്കെ പോയി പെട്ടെന്ന് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം ആദ്യം തന്നെ അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പഠിക്കാം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ആൻസേഴ്സ് ഹെഡിങ്സ് എഴുതണം. ഈ പറയുന്നത് നമ്മുടെ നമുക്കിപ്പം ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നതായാലും ഒക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം നമ്മൾ എങ്ങനെ നമ്മൾ പേപ്പർ എഴുതുന്നു എന്ന് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ചില എക്സാംസ് നമുക്ക് ഫേവറബിൾ ആയിരിക്കില്ല, നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ചില എക്സാംസ് നമുക്ക് ക്വസ്റ്റ്യൻസ് അറിയാത്ത നമ്മൾ പഠിക്കാത്ത ഒക്കെ ആയിട്ട് വരാം. അതിപ്പോൾ നമ്മളുടെ തെറ്റല്ലല്ലോ, അതിപ്പോൾ എന്തെങ്കിലും ഒരു അൺലക്കി ഫാക്ടർ കാണുമായിരിക്കാം. പക്ഷെ അല്ലാണ്ട് നമുക്കിപ്പോൾ അറിയാമായിരുന്നിട്ടും നമുക്ക് മാർക്ക് കുറയുന്ന സാഹചര്യങ്ങളുണ്ട്. അത് നമ്മൾ എഴുതുന്നതിൽ വരുന്ന പ്രശ്നമാണ്. അപ്പോൾ നമുക്കത് റെക്ടിഫൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹെഡിങ് വൈസ് വേണം എല്ലാ ആൻസേഴ്സും എഴുതാം. പിന്നെ പോയിന്റ്സിൽ എഴുതാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അനാറ്റമി എടുക്കാം. അനാറ്റമിയിൽ ഇപ്പോൾ ഒരു ആക്സിലറി ആർട്ടറി എഴുതുമ്പോൾ തന്നെ ആദ്യം ഒരു ഡയഗ്രാം വരച്ച് വയ്ക്കാം. നമ്മുടെ ടെക്സ്റ്റിലൊരു ഡയഗ്രാം ഉണ്ടല്ലോ, ആ ഡയഗ്രാം ആദ്യം വരയ്ക്കാം, കളർ കോഡഡ് ആയിട്ട് വരയ്ക്കാം. പിന്നെ ഹെഡിങ്സ് എഴുതാം. ഹെഡിങ്സ് എന്താ വരിക? ഇപ്പോൾ ഒരു ആർട്ടറി ആകുമ്പോൾ ഒറിജിൻ ഉണ്ടാവും, അതായത് ഇറ്റ് അറൈസസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ദി സബ്ക്ലേവിയൻ ആർട്ടറി അറ്റ് ദി ഔട്ടർ ബോർഡർ ഫസ്റ്റ്, അങ്ങനെ എഴുതാം. പിന്നെ എൻ്റെ കോഴ്സ് അപ്പം ഒറിജിൻ അണ്ടർലൈൻ ചെയ്തിട്ട് ഈ ഒരു പോർഷൻ ഇത് ഇത്രയും മതി. പിന്നെ കോഴ്സ് എഴുതുക, അത് അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതുക. പിന്നെ ടെർമിനേഷൻ എന്ന് പറഞ്ഞ് ഇറ്റ് കണ്ടിന്യൂസ് ആസ് എ ബ്രേക്കിയൽ ആർട്ടറി ആൻഡ് ദി ഔട്ടർ ബോർഡർ ടെറസ് മേജർ, അങ്ങനെ ഒരു ലൈൻ എഴുതാം. പിന്നെ റിലേഷൻസ് പാർട്സ് എഴുതുക, റിലേഷൻസ് എഴുതാം. അങ്ങനെ ഒരു സാധനത്തിന് പോകും. അപ്പം റിലേഷൻസ് കൂടുതൽ പേർക്കും റിലേഷൻസ് ഓർത്ത് വെക്കാൻ പാടാണ്. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 2-3 റിലേഷൻ 2 ഓർത്തിരിക്കുക. അതായത് ഇപ്പോൾ മീഡിയൽ 2, ലാറ്ററൽ 2. ഇത് നിങ്ങൾ ഡിസെക്ഷൻ ഹാളിൽ ഇരിക്കുമ്പോൾ കണ്ടു പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടുതൽ പിയർ ഡിസ്കഷനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ഡിസെക്ഷൻ ഹാളിൽ പോകുമ്പോൾ ഇതൊക്കെ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഒരു ഓറിയൻറ്റേഷൻ നിങ്ങളുടെ മനസ്സിൽ കിട്ടും. വൺസ് യു ഹവ് ഗോട്ട് ദറ്റ് ഓറിയൻറ്റേഷൻ ഇറ്റ് ബിക്കം സിമ്പിൾ. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലാ ആൻസേഴ്സ് എഴുതുമ്പോൾ ഇപ്പം 3 സബ്ജക്ട്സിനായാലും എല്ലാ ആൻസേഴ്സിൻ്റെ അവസാനം ഇപ്പോൾ ആക്സിലറി ആർട്ടറിക്ക് നമ്മൾ ഇത്രയും എഴുതി, അവസാനം ഒരു അപ്ലൈഡ് ആസ്പെക്റ്റ് കൂടെ എഴുതാം, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ആസ്പെക്റ്റും കൂടെ എഴുതാം. അത് കാണുമ്പോൾ അത് ആക്ച്വലി എക്സാമിനേഴ്സിന് ഇംപ്രസ് ആവും. അപ്പം എല്ലാ ആൻസേഴ്സും 3 സബ്ജക്ട്സിനും എല്ലാ ആൻസേഴ്സിൻ്റെ താഴെ ഒരു അപ്ലൈഡ് ആസ്പെക്റ്റ് എഴുതാം. എന്തെങ്കിലും എഴുതിയാൽ മതി. ഇപ്പോൾ ഒരു ജോയിൻറ്റിനാണെങ്കിൽ എന്തായാലും ഒരു ഫ്രാക്ചർ റിലേറ്റഡ് എന്തെങ്കിലും ഉണ്ടാവും. എന്തെങ്കിലും ഒരു ആർട്ടറിക്കാണെങ്കിൽ എൻ്റെ എന്തെങ്കിലും റിലേറ്റഡ് സ്റ്റഫ്സ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ പഠിക്കുന്നത് അതുകൂടെ എഴുതിയാൽ യുവർ ആൻസർ ഇസ് കംപ്ലീറ്റ്. അങ്ങനെ ആ ഗ്രാഫ്സ് ഇല്ലെങ്കിൽ ഒരു മാർക്ക് വെട്ടും. അപ്പോൾ ഗ്രാഫ്സ് കറക്റ്റ് വരച്ചിട്ട് വേണം അത് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സാമ്പിൾ അപ്ലൈഡ് ആസ്പെക്റ്റ് ആയിട്ട് നിങ്ങൾ എക്സാമ്പിൾസ് അവിടെ എഴുതാതെ നിങ്ങൾ അപ്ലൈഡ് ആസ്പെക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ഇട്ടിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. അപ്പം അത് അഗൈൻ ഒരു ഇംപ്രഷനാണ് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് അബൌട്ട് യുവർ ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുമ്പം നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻസ് അനുസരിച്ചൊക്കെ ഇരിക്കും നമ്മളെങ്ങനെയാണ് അത് എഴുതുക എന്നുള്ളത്. ദാറ്റ് ഡിപ്പെൻസ്, നമ്മുടെ ഒരു ഇതാണ്. പക്ഷെ നമ്മൾ നമ്മുടെ രീതിയിലുള്ള മാക്സിമം എഫേർട്ട് ഇട്ട് അത് ആൻസർ നല്ല പ്രസന്റബിൾ ആയിട്ട് ഇരുന്നാൽ തന്നെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആണ്, നമ്മൾ നല്ലൊരു എഴുതിയിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ എക്സാമിൽ MCQസും കൂടി ഇൻക്ലൂഡഡ് ആണ്. MCQ പാറ്റേൺ കൂടി ഉണ്ട് ഒരു 20 മാർക്സിന്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് റീഡിങ് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പറ്റുമ്പോഴെല്ലാം നമ്മൾ കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഷോർട്ടായിട്ടുള്ള ക്യാപ്സ്യൂൾ ഫോംസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. പെട്ടെന്ന് എക്സാമൊക്കെ വരുമ്പോൾ അത് യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് ടൈം ഉള്ളപ്പോൾ എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കണം. കാരണം അപ്പോഴേ നമുക്ക് MCQs കൂടുതലും സോൾവ് ചെയ്യാൻ കിട്ടുന്നത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോഴാണ്. പിന്നെ കൂടുതലും പേരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഡിസെക്ഷൻ ഹാളിൽ നിന്നും പോകുന്നതുകൊണ്ട് അനാറ്റമി പിന്നെയും നമ്മൾ എന്തെങ്കിലുമൊക്കെ നോക്കും. പിന്നെ അനാറ്റമി നോക്കുമ്പോഴും ഡിസെക്ഷൻ ഹാളിൽ തന്നെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ മനസ്സിൽ അത് പിക്ചറൈസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സാധിക്കും. ഓക്കെ, അങ്ങനെ ചെയ്യാം. പിന്നെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അനാറ്റമി നമ്മൾ പഠിച്ചു പോകും, പക്ഷേ ഫിസിയോളജിയും ബയോകെമിസ്ട്രി വിൽ ലാഗ് ബിഹൈൻഡ്. അപ്പോഴാണ് നമുക്ക് കൂടുതലും ടെൻഷൻ അടിക്കുക. അപ്പം നമ്മൾ നമ്മുടെ വീക്കെൻഡ്സിലോ എന്തെങ്കിലും ഒരു ഫിക്സഡ് ടൈം വെച്ചിട്ട്, പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലും ഒരു ഫിക്സഡ് അവേഴ്സ് വെച്ചിട്ട് ഫിസിയോളജിയും ബയോകെമിസ്ട്രിയും കൂടെ കവർ ചെയ്ത് പോകണം. അപ്പം നമുക്ക് എക്സാം അടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രഷറോ ബുദ്ധിമുട്ടോ വരത്തില്ല. പിന്നെ നിങ്ങൾ ഷോർട്ട് എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് ഷോർട്ട് എക്സാംസ് എന്തായാലും പ്രയറായിട്ട് ഇൻഫോം ചെയ്യുമല്ലോ. അപ്പം അതിൻ്റെ ടോപ്പിക്സ് എടുത്ത് വെച്ചിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കുക. അൾട്ടിമേറ്റ് ഒരുപാട് പ്രഷർ നിങ്ങൾ സ്വയം കൊടുക്കരുത്. നമ്മുടെ തന്നെ മെൻ്റൽ ഹെൽത്തിനെ അത് ബാധിക്കും. അതിൻ്റെയൊന്നും കാര്യമില്ല. നിങ്ങൾ കൊണ്ട് പറ്റുന്ന ഒരു മാക്സിമം എഫേർട്ട് എന്താണോ അത് നിങ്ങളിടുക. ഓക്കെ, ദാറ്റ് ഇസ് ഫോർ മൈ ഫസ്റ്റ് ഇയർ പീപ്പിൾ. പിന്നെ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് പത്തോളജി, മൈക്രോബയോളജി, ഫാർമക്കോളജി അങ്ങനെ 3 സബ്ജക്ട്സാണ് വരുന്നത്. ഇതിൽ പത്തോളജിയാണ് ഞാൻ ഉപയോഗിച്ചിരുന്ന ടെക്സ്റ്റ് ബുക്ക് രാംദാസ് നായിക് ആയിരുന്നു. ഇതല്ലാതെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ആയിട്ടുള്ള റോബിൻസ്, ഹർഷ്മോഹനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ കോളേജിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ഏത് ടെക്സ്റ്റ് ബുക്കാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടന്റ് ഒക്കെ എല്ലാത്തിനും സെയിം ആണ്.
പിന്നെ അഗൈൻ നമ്മളിപ്പോൾ പത്തോളജിയിൽ ഒരു ആൻസർ പ്രസന്റേഷന്റെ മെയിനായിട്ട് അവർ നോക്കുക ഡയഗ്രാംസ് ആണ്. ഡയഗ്രാംസിൽ ഹിസ്റ്റോപത്തോളജി ഡയഗ്രാംസ് ഉണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഹിസ്റ്റോളജി ഡയഗ്രാംസ് വരയ്ക്കില്ല HND പെൻസിൽ വെച്ചിട്ട്, അതേപോലെ നമ്മുടെ പത്തോളജിയിൽ ഹിസ്റ്റോപത്തോളജി ഡയഗ്രാംസ് ഉണ്ട്. സെയിം സാധനമാണ് HND പെൻസിൽ വെച്ച് വരയ്ക്കുന്ന ഡയഗ്രാംസ്. കാരണം ഡിസീസസിന്റെ സ്റ്റഡിയാണ് പത്തോളജി. അപ്പോൾ ഈ HND പെൻസിൽ വെച്ച് വരയ്ക്കുന്ന ഡയഗ്രാംസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഇത് വരച്ച് പിന്നെ ഗ്രോസും മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഗ്രോസും മൈക്രോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗ്രോസും മൈക്രോസ്കോപ്പിക്കൽ ഫീച്ചേഴ്സ് കറക്റ്റായിട്ട് എഴുതിയാൽ ദാറ്റ് ഇസ് ഇറ്റ്. അപ്പം നമുക്ക് അത്രയും മാർക്ക് കിട്ടാൻ സാധിക്കും നമ്മുടെ ആൻസേഴ്സിൽ നിന്ന്. പിന്നെയാണ് നമ്മളൊരു ആൻസർ എഴുതേണ്ടത്. ഇപ്പം ഒരു ബ്ലൈൻഡ്ലി ഇപ്പം എന്താ പറയുക, ഇപ്പം സിറോസിസ് ഓഫ് ദ ലിവർ ചോദിച്ചേക്കുക, സിറോസിസ് ഓഫ് ദ ലിവർ ചോദിച്ചേക്കുവാണെങ്കിൽ അതിന് ആദ്യം പറ്റിയ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ എത്തിയോളജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതിയതിന് കോസസ്, അതായത് എത്തിയോളജി എഴുതിയിട്ട് പിന്നെ അതിൻ്റെ പത്തോജെനിസിസ് ഉണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ ഗ്രോസ് മൈക്രോസ്കോപ്പി എന്നുള്ള രീതിയിൽ എഴുതണം. ഗ്രോസ് മൈക്രോസ്കോപ്പി പിന്നെ അതിൻ്റെ ഫിഗർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും വരച്ച് വയ്ക്കുക. അപ്പം അതാണ് ആ ഒരു കംപ്ലീറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പം പെത്തോളജി എങ്ങനെയാണ് പെത്തോളജി, പിന്നെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇൻഫ്ലമേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ അല്ലാത്ത ഡയഗ്രാംസ് ആണ്. അതായത് നോർമലി നമ്മുടെ ടെക്സ്റ്റിലുള്ള കളർ കോട്ടായിട്ടുള്ള ഡയഗ്രാംസ്